ഹായ് ദർ, പ്രോഗ്രാമർ ഹിയർ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ മാതിരി ഇന്നത്തെ ഈ വീഡിയോ തൊട്ടിട്ട് നമ്മൾ ചെറിയ രീതിയിൽ പ്രോഗ്രാമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പേ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണല്ലേ, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, അയ്യോ എൻ്റെ അടുത്ത് ലാപ്ടോപ്പ് ഇല്ലല്ലോ, അല്ലെങ്കിൽ സിസ്റ്റം ഇല്ലല്ലോ, ഇനി ഞാൻ സിസ്റ്റം ഇല്ലാണ്ട് ഞാൻ എങ്ങനെ പ്രോഗ്രാമിങ് ചെയ്ത് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ പറയുകയാണത്, നമ്മുടെ അടുത്തൊരു മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ വെച്ചിട്ട് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്ത് പഠിക്കാൻ പറ്റും. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പ്രോഗ്രാമിസ് എന്ന് പറഞ്ഞുള്ളൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ കീബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇത്തിരി ഡിഫിക്കൽട്ടാണെന്നേ ഉള്ളൂ, പക്ഷേ അങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. സ്മാർട്ട് ഫോൺ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇല്ല കയ്യിൽ എന്ന് വിചാരിച്ചിട്ട് പ്രോഗ്രാം പഠിക്കാതിരിക്കരുത് ആരും. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെ അത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾ നിങ്ങളുടെ ഫോണിലാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പ്രോഗ്രാമിംഗ്, അടിയിൽ തന്നെ ഉണ്ട് പ്രോഗ്രാമിംഗ് സീസ് കമ്പൈലർ എന്നുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് അതിൽ പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ മൊബൈലാണ്, ലാപ്ടോപ്പ് ഇല്ല അല്ലെങ്കിൽ സിസ്റ്റം ഇല്ല എന്ന് കരുതിയിട്ട് ആരും പ്രോഗ്രാം പഠിക്കാതിരിക്കരുത്. ഇനിയിപ്പോൾ സിസ്റ്റം ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാൻ പറ്റും. അല്ല, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലൈക്ക് VS കോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ടർബോ C++ അല്ലെങ്കിൽ ടർബോ C, അത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്തിട്ട് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് VS കോഡാണ്. ഓക്കെ, അപ്പോൾ നേരം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഓക്കെ, ഞാനിവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഡിസ്പ്ലേ ചെയ്യാണ്. ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യാണ് സ്ക്രീനിൽ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് സിൻടാക്സ് എന്നല്ലേ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞുള്ളതാണ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് എഴുതുകയാണ്, ഹലോ വേൾഡ് എന്ന് ഞാൻ എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് കൊടുത്തു. എന്നിട്ട് എന്താ വേണ്ടത്, ഇനി നെക്സ്റ്റ് നമുക്ക് പ്രീ പ്രോസസ്സർ ഡയറക്ടറീസ് ആഡ് ചെയ്യണമല്ലേ. അതായത് നമ്മുടെ ആവശ്യമായുള്ള ഫയൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് include stdio.h, അതായത് stdio.h പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹെഡർ ഫയലാണ്. ഈ stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ പ്രിൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്കാൻ ചെയ്യാനുള്ള ഫങ്ഷൻസിൻ്റെ ഒക്കെ പ്രോട്ടോടൈപ്പൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫയലിനെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്, include stdio.h എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് മെയിനായിട്ടുള്ള നമുക്ക് അടുത്ത സ്റ്റാർട്ടിങ് ഓഫ് ദ പ്രോഗ്രാം, അതായത് ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞുള്ള ഒരു ലൈൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് മെയിൻ അല്ല, മെയിൻ. ഓക്കെ, ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷൻ നമ്മൾ എഴുതുകയാണ്. അതായത് മെയിൻ ഫംഗ്ഷൻ നമ്മൾ എഴുതുകയാണ്. ഓക്കെ, ഇൻറ്റ് മെയിൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇത് ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇത് ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഫംഗ്ഷനാണ്. MAIN ആണ് മെയിൻ ഫംഗ്ഷനാണ്. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞു പ്രിൻറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു ഫംഗ്ഷനാണ് printf ഫംഗ്ഷൻ. ഓക്കെ, printf ഫംഗ്ഷൻ എഴുതുമ്പോൾ എങ്ങനെയാണുള്ളത്, ഫങ്ഷൻസ് ഒക്കെ എല്ലാം എഴുതുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഫംഗ്ഷൻ്റെ പേര്, ദെൻ ഒരു പാരാന്തസിസ്. ഓക്കെ, ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് പാരാന്തസിസ്. എന്നിട്ട് ഈ printf ഫംഗ്ഷൻ എഴുതുന്ന രീതി എന്ന് പറയുന്നത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞാലും അത് ഡിസ്പ്ലേ ആവും. ഓക്കെ, printf എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞാലും അത് സ്ക്രീനിൽ ഡിസ്പ്ലേ ആവും.
അതാണ് പ്രിൻ്റ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് ഹലോ വേൾഡ്. ഓക്കെ, ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജാണ് ഞാനിവിടെ പ്രിൻ്റ് ചെയ്യിക്കുന്നത്. ആൻഡ് ദിസ് പ്രിൻ്റ് ഓഫ് ഫംഗ്ഷൻ ഷുഡ് ബി ടെർമിനേറ്റഡ് വിത്ത് എ സെമി കോളൻ. ഓക്കെ, സെമി കോളൻ വെച്ചിട്ട് അത് ടെർമിനേറ്റ് ചെയ്യണം, ഏതൊരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിലും. അതായത് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷനെ ടെർമിനേറ്റ് ചെയ്യുന്നത് ഒരു സെമി കോളൻ വെച്ചിട്ടായിരിക്കും. ഓക്കെ, എന്നിട്ട് എന്താ ലാസ്റ്റ് നമ്മുടെ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്നത് റിട്ടേൺ 0 എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടാണ് അല്ലേ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പ്രോഗ്രാം. അതായത് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. ഇനി നമുക്കിതൊന്ന് VS കോഡിൽ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ VS കോഡ് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, കാര്യങ്ങളുണ്ട്, കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇതാണ് ഇനി നമ്മുടെ സ്പേസ്. ഓക്കെ, പ്രോഗ്രാം ചെയ്യേണ്ട സ്പേസ്, എൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന സ്പേസ് ഇതാണ്. ഓക്കെ, ഇവിടെ ഞാനെന്താ നിങ്ങളടുത്ത് പറഞ്ഞത്, ആദ്യം നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരെഴുതുക. അതിന് വേണ്ടിയിട്ട് ഞാൻ /* ഇട്ടു. അപ്പോൾ VS കോഡിൽ പ്രോഗ്രാം ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എൻഡിങ് ഓട്ടോമാറ്റിക് തന്നെ അത് ചെയ്തു തരും. അതിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡൻസീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് എഴുതി കൊടുക്കുകയാണ്. ഹലോ വേൾഡാണ് ഞാൻ എൻ്റെ പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കുന്നത്. ഓക്കെ, ഹലോ വേൾഡ് എന്ന് ഞാൻ പേര് കൊടുത്തു. ഇനി ഞാൻ പറഞ്ഞത് എന്താ, പ്രീ പ്രോസസ് ഡയറക്റ്റീവ്സ് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ #include എന്ന് പറഞ്ഞ പ്രീ പ്രോസസ് ഡയറക്റ്റീവ് എഴുതി. എന്നിട്ട് ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡ് ഹെഡർ ഫയൽ ഇവിടെ ആഡ് ചെയ്യാണ്. അതായത് സ്റ്റാൻഡേർഡ് ഹെഡർ ഫയൽ മീൻസ് ഞാൻ എൻ്റെ stdio.h എന്ന് പറഞ്ഞുള്ള സ്റ്റാൻഡേർഡ് ഹെഡർ ഫയൽ ഇവിടെ ആഡ് ചെയ്യാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഹെഡർ ഫയൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ആംഗുലർ പാരന്തസിസ് വെച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതായത് ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആംഗുലർ പാരന്തസിസ് ഉണ്ട്. ആ ആംഗുലർ പാരന്തസിസിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ ഹെഡർ ഫയലിൻ്റെ പേര് എഴുതുന്നത്. അതായത് stdio.h എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഹെഡർ ഫയൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഈ ആംഗുലർ പാരന്തസിസിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ ഇവിടെ എഴുതി. ഓക്കെ, ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ എന്നുള്ള ഫംഗ്ഷൻ എഴുതി. ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഇനി ആ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ഞാനിവിടെ പ്രിൻറ്റ് ചെയ്യാനുള്ള കമൻറ്റൊക്കെ എഴുതുന്നത്. അതായത് കമൻറ്റ് എഴുതുന്നത്. അതായത് പ്രിൻറ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാൻ എഴുതുകയാണ്. ഫംഗ്ഷൻ എഴുതുമ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത്, ഫംഗ്ഷൻ നമ്മൾക്ക് ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് പാരാന്തസിസ് ഉണ്ട്. ആ പാരാന്തസിസിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ മെസ്സേജ് എഴുതുന്നത്. അതും ഒരു ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ. പ്രിൻ്റ് എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്താ ഞാൻ പറഞ്ഞത്, പ്രിൻ്റ് എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ എന്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഫംഗ്ഷനെ ടെർമിനേറ്റ് ചെയ്യുന്നത് ഒരു സെമി കോളം വെച്ചിട്ടാണ്. അതൊരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതൊരു കമൻറ്റ് എഴുതുകയാണെന്നുണ്ടെങ്കിലും ഒരു സെമി കോളം വെച്ചിട്ടാണ് സിയിൽ അത് ടെർമിനേറ്റ് ചെയ്യുന്നത്, ആ ലൈനിനെ ടെർമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മറക്കാൻ പാടില്ല ഒരിക്കലും. അത് അങ്ങനെ മറന്നു കഴിഞ്ഞാൽ എറേഴ്സ് വരും. ഓക്കെ, ഇനി പ്രിൻ്റ് എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജാണ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്നത് റിട്ടേൺ എന്നുള്ളൊരു കീവേഡും വിത്ത് 0. ഓക്കെ, റിട്ടേൺ 0 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഇവിടെ ഈ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ VS കോഡ് ആണെന്നുണ്ടെങ്കിൽ Ctrl+S ചെയ്തിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് Ctrl+Alt+N. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് ഹലോ വേൾഡ്. ഞാനിവിടെ ഓക്കെ ഹലോ വേൾഡ്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട് മെസ്സേജ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യാം. അത്രേ ഞാനിത് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ വീഡിയോ കൊണ്ട്. ഇനി വരും വീഡിയോസിൽ നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്തൊരു പാർട്ടിലേക്ക് കിടക്കാം. അതല്ല നല്ലത്. എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് രൂപേണ അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി പ്രോഗ്രാമിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഒരു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.